തിരുവനന്തപുരം വിതുര പഞ്ചായത്തിലെ കേരളോത്സവ നോട്ടീസിൽ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് ആരോപണം. സമാപന യോഗത്തിന്റെ നോട്ടീസിൽ CPM പ്രതിനിധിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പേരിന് താഴെയാണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ പേര് വെച്ചതെന്ന് ആക്ഷേപം. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഈ പേര് വെച്ചതിലൊരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? ഐസ്കൻ, എന്തായാലും ഈ ഗ്രാമങ്ങളിലെ കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു മത്സരമാണ് കേരളോത്സവം. വിതുര ഗ്രാമപഞ്ചായത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 3 വരെയാണ് ഈ കേരളോത്സവത്തിനായി തീരുമാനിച്ചിരുന്നത്. ഡിസംബർ 3-നാണ് ഇതിന്റെ സമാപന സമ്മേളനം. ഇതിന്റെ നോട്ടീസിലാണ് ചെറിയ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഈ ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ കാര്യമൊന്നുമല്ല. ഈ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഈ സമാപന സമ്മേളനത്തിന്റെ നോട്ടീസിൽ ഈ അധ്യക്ഷയുടെ പേര് വെച്ച് അധ്യക്ഷയായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ ജി ആനന്ദിന്റെ പേരാണ് വെച്ചിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് അരുവിക്കര MLA ജി സ്റ്റീഫനാണ്. അതിന്റെ താഴെയായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഈ പഞ്ചായത്തിന്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സന്ധ്യ BS ആണ്. ഇതിന്റെ താഴെയാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായ, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം സോഫി തോമസ്, ഇവരുടെ 2 പേരുകളും ആശംസകളുടെ ആ കോളത്തിന് നേർക്കാണ് ഇവരുടെ 2 പേരുകളും വെച്ചിട്ടുള്ളത്. ഇത് അപമാനിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നിലവിൽ LDF ആണ് വിതുര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ നോട്ടീസ് എന്തായാലും മാറ്റി പുതുക്കി ഇറക്കിയില്ലെങ്കിൽ വരുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് ജനപ്രതിനിധികൾ ബഹിഷ്കരിക്കുമെന്നാണ് ഇവരുടെ ഒരു ഭീഷണി. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.